ഹായ് ഗൈസ്. അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മേ ബി അബി എവിടെ പോയി, അബി ഇട്ടിട്ട് പോയോ അതോ. ഹായ്. അപ്പോൾ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എടാ പഴയ മറ്റേ ആക്രിസാൻ കൊടുക്കാൻ എനിക്ക് നാണം വേണമെന്നില്ല. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ ആളുകൾക്കും പതിവ് പോലെ പുതിയൊരു വീഡിയോയ്ക്കകത്തോട്ട് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആയിട്ട് റിലേറ്റഡ് എന്തെങ്കിലും ഒരു കാര്യം കമന്റ് കൂടെ ചെയ്തേക്കാം. അമയ വിഷ്ണു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവർ രണ്ടുപേരും ഒന്ന് ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഇനി അതും വല്ല കാറോ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള നാടകമായിരുന്നു എന്നറിയില്ല. എന്താടാ വല്ല കാറോ വല്ല വീട് പണിയോ എന്തെങ്കിലുമൊക്കെ നടത്തിയോ നിങ്ങൾ ആ ഒരു കണ്ടന്റും കൊണ്ട്? അല്ല, അറിയാത്തതുകൊണ്ട് ചോദിച്ചാണ്. നമ്മളെ യൂട്യൂബിനകത്ത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പല ആൾക്കാരും വെറുതെ ഇങ്ങനെ പ്രഹസനമായിട്ട് വീട്ടിലെ കാര്യങ്ങൾ ഇതേമാതിരി വമ്പം വൈറലാക്കാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ്. അമയ എന്ന് പറയുന്ന ഈ ഒരു പെണ്ണ് അബി എന്ന് പറയുന്ന ഒരുത്തനുമായിട്ട് റിലേഷനിലാവുകയാണ്. അതും ഇവന്റെ കൂട്ടുകാരനാണ്. ഈ വിഷ്ണു എന്ന് പറയുന്നവന്റെ കൂട്ടുകാരനാണ്. അതായത് അമേന്റെ എക്സ് ഹസ്ബൻഡ്, പുള്ളിക്കാരന്റെ കൂട്ടുകാരനും ഇവളും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ആവുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുന്നു. ഇവനെ ഒഴിവാക്കി വിടുന്നു. ശേഷം ഇവൻ പണിയെടുക്കുന്നു, അധ്വാനിക്കുന്നു, വേഷങ്ങൾ മാറ്റുന്നു, രൂപങ്ങൾ മാറ്റുന്നു, വേഷവിധാനങ്ങൾ മാറ്റുന്നു. ആകെ മൊത്തത്തിലൊരു ചേഞ്ച് അവന് വരികയാണ്. ശേഷം ഇപ്പൊ ഈ പെണ്ണ് വന്ന് പറയുന്നു, അത് എന്നെ തേക്കുമായിരുന്നു ഗൈസ്, അവനാണ് ഞങ്ങളെ പിരിച്ചത് എന്നൊക്കെയാണ് പുള്ളിക്കാരി വന്ന് അവകാശപ്പെടുന്നത്. എന്താണെങ്കിൽ നമുക്ക് അമ്മേന്റെ വീഡിയോ ഒന്ന് കാണാം. ഇവരാദ്യം ഈ സോഷ്യൽ മീഡിയ വഴി വമ്പം വൈറലായ കപ്പിൾസ് ആണ്. ഹാൻഡ്സ് വെച്ചോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഇവരുടെ സംസാരം കൊണ്ടും അവരുടെ ആ ഒരു വിവാഹം, ആ ഒരു ലൈഫ് ഇന്റർവ്യൂലൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതിന്റെ ഇടയ്ക്കാണ് ഈ അബി എന്ന് പറയുന്ന ഒരുത്തൻ വില്ലനായിട്ട് വരുന്നത്. അവൻ ഇവളുടെ മേലെ ഒരു കണ്ണുണ്ട് എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പം മനഃപൂർവ്വം അവന് ഇവളെ നമ്മൾ തെറ്റിക്കാൻ വേണ്ടി അവൻ കുറേ ശ്രമിച്ചു. അവസാനം അവൻ സക്സസ് ആയി. ഞാൻ അവന്റെ പ്രണയത്തിൽ അറിയാതെ വീണുപോയി, ഇപ്പൊ ബ്രേക്കപ്പ് ആയി എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വളരെ ചുരുക്കി പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്ന് മാത്രം. ഇനി നമുക്ക് അവരുടെ വീഡിയോ കാണാം. ഹായ് ഗൈസ്. അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മേ ബി അബി എവിടെ പോയി, അബി ഇട്ടിട്ട് പോയോ അതോ അബി. കുറെ പേര് ഇങ്ങനെ കമന്റ് ഒക്കെ കണ്ടു അബി തേച്ചിട്ട് പോയെന്നൊക്കെ. ബട്ട് അബി ഒരു ഫ്രോഡായിരുന്നു ഗൈസ്. അത് ഞാൻ പിന്നെയാണ് മനസ്സിലായത്. ഞാനും വിഷ്ണുവായിട്ട് ബ്രേക്കപ്പ് ആവാൻ വേണ്ടി അവൻ കുറെ കിടന്നിട്ട് ഇതിന് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കത് മേ ബി മനസ്സിലായതാണ്. അയ്യോ പാവം, ഷോ വല്ലാത്ത കഷ്ടമായി പോയില്ലേ. ആ വിഷ്ണു ഇവളും തമ്മിൽ പിരിയാൻ വേണ്ടി അബി കഷ്ടപ്പെട്ട് കുറെ പണി തേക്കുന്നെന്നാ പറഞ്ഞത്. കാരണം അബിക്ക് ഈ പെൺകുട്ടിയെ ഇഷ്ടമാണ് എന്നുള്ളതാണ് ഇവർ വന്നിരുന്ന് പറയുന്നത്. ഇവിടെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, എൻ്റെ ഡൗട്ടാണ്, അവൻ നിങ്ങളെ പിരിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് കഴിയുന്നത് പണിയെടുത്തു. അപ്പൊ നിങ്ങൾ പിരിയാണെങ്കിൽ രണ്ട് വഴിക്കല്ലേ പോണത്. നീ എങ്ങനെ അവന്റെ കൂടെ പോയി, അബിന്റെ കൂടെ പോയി? അപ്പം നിനക്കും അയാളുടെ മേലെ ഒരു ചെറിയ ക്രഷ് അല്ലെങ്കിൽ ലവ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വേറെ നമ്മൾ പറയുന്ന മാതിരി വല്ല അവിഹിത റിലേഷൻഷിപ്പ് റൂട്ട് ഉണ്ടായിരുന്നിരിക്കണം. അല്ലാതെ ഇപ്പോൾ അവൻ നിങ്ങളെ രണ്ടുപേരെ പിരിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തു. നിനക്ക് വിഷ്ണുവിന്റെ മേലെ യഥാർത്ഥത്തിൽ പ്രണയം ഉണ്ട്. സിറ്റുവേഷൻ കൊണ്ടും സാഹചര്യം കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും മൂലം രണ്ട് വഴിക്ക് പോകേണ്ടി വന്നതാണെങ്കിൽ പിന്നെ നീ എങ്ങനെ അബിന്റെ തോളിലാവും? ഒറ്റയ്ക്ക് ജീവിക്കുകയല്ലേ ചെയ്യുക. അവന്റെ പ്രണയത്തിൽ ആലോചിച്ച്, അവനെ ആലോചിച്ച് കുറച്ച് കാലെങ്കിലും വേണ്ടേ. അല്ലാണ്ട് അവന്റെ കൂടെ റിലേഷൻഷിപ്പിലായിരിക്കെ 1, 2, 3 പറഞ്ഞ് തർക്കിച്ച് മറ്റവരോട് പോവല്ലോ ചെയ്യുക. പറയുന്നതിൽ എന്തെങ്കിലും കുറച്ച് യാഥാർത്ഥ്യം. അതി കാരണം എനിക്ക് കുറെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായി. ഈ ഒരു പ്രശ്നത്തെ ആവശ്യത്തിനെ പറ്റി കുറെ പറഞ്ഞു തന്ന് ഞാൻ അതെല്ലാം വിശ്വസിച്ചു. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. പിന്നെയാണ് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതും. അപ്പം ഇയാളുടെ വീഡിയോയിൽ വന്നിരുന്നിട്ട് അവൻ കഞ്ചാവടിക്കും, അവൻ അങ്ങനെ ചെയ്യും, അവൻ ഇങ്ങനെ ചെയ്യും, മലമ്പാണ്, കച്ചറയാണ്, എന്നെ എടുത്തിട്ട് അടിച്ചു, ഇടിച്ചു, കുത്തി, മാന്തി, പിച്ചിന്ന് പറഞ്ഞിട്ട് ഇയാൾ സ്വന്തം ഓൺ വോയിസിൽ വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ അത്രയും തന്നെ അബി പറഞ്ഞ് അന്ന് വിശ്വസിച്ചതാണോ? അല്ലാണ്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളല്ലേ. അപ്പൊ ഒരാളെ കരിവാരിത്തേക്കാൻ വേണ്ടി എന്ന് വിളിച്ച് പറയാമെന്നാണോ? അല്ലെങ്കിൽ ഇനിയിപ്പം അബി എന്തായാലും പോയി, ഇനിയിപ്പോൾ ഇവനും കൂടെ പോയാൽ ലൈഫ് മൂഞ്ചും എന്ന് കരുതിയിട്ട് ഇതൊക്കെ അവന്റെ തലയിൽ കെട്ടിവെക്കുന്നതാണോ? എന്താണ് കുട്ടി? പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവുമല്ലോ, അന്ന് ഇവൻ കാരണം ഞാനും വിഷ്ണുവിന്റെ ബ്രേക്കപ്പിന്റെ ഒരു സിറ്റുവേഷൻ എത്തി. പക്ഷെ അന്ന് ബ്രേക്കപ്പ് ആയിരുന്നു, പക്ഷെ ഇന്ന് ബ്രേക്കപ്പ് അല്ല. ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. പിന്നെ അതെ ഗൈസ്, ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. സൂപ്പർ ഗ്ലൂ തെടിച്ചൊട്ടിച്ച പോലെ രണ്ടുപേരും ഇനി ഒരിക്കലും പിരിയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. എത്ര പെട്ടെന്നാണല്ലേ പിരിയുന്നു ഒന്നിക്കുന്നു. ഇനി വിഷ്ണുവിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയും കൂടെ ഉണ്ട്. അത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേ ചെയ്യാം. പിന്നെ ഈ ഞങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് ഈ അബി എന്ന് പറഞ്ഞവൻ വന്നപ്പോ തൊട്ടാണ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. കുറെ കാര്യങ്ങളൊക്കെ കണ്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ തൊട്ടാണ് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. പിന്നെ ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ ബ്രേക്കപ്പ് അല്ല, ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. ഭയങ്കര ഒരു കഷ്ടപ്പാടായിരുന്നു അല്ലേ. എടാ അബിയെ, നിന്റെ വീഡിയോ ഒന്നും വരാനില്ലേ? എവളെ കുറിച്ചൊന്നും പറയാനില്ലേ? ഇനി ഇത് നിങ്ങൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തെടുത്ത ഡ്രാമയാണോ? കൂട്ടുകാരും പിന്നെ ഈ പെണ്ണും വിഷ്ണുവും കൂടെ നിങ്ങളുടെ ചെണ്ടമേളും കാര്യങ്ങളും കണ്ടായിരുന്നു. അതിൽ നിങ്ങൾ 3 പേരും സജീവമായിട്ട് ആടി തിമിർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ചോദിച്ചതാണ്. ഇനി നമുക്ക് വിഷ്ണു ചേട്ടന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയും കൂടെ കാണാം അമ്മയെ ചേച്ചീനെ കുറിച്ചിട്ട്. ഹായ്. അപ്പോൾ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എടാ പഴയ മറ്റേ ആക്രിസാൻ കൊടുക്കാൻ എനിക്ക് നാണം വേണമെന്നില്ല. അപ്പം
അങ്ങനെ കുറേ കാര്യങ്ങൾ, അനാവശ്യ വാക്കുകൾ, ബാഡ് വാക്കുകളും വീഡിയോയിൽ പറയാൻ പറ്റാത്ത വാക്കുകളും കാര്യങ്ങളൊക്കെ കമൻറ്റും പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ള പറ്റുമെന്നുള്ളൂ. ഞാൻ അവളെ എത്ര ശ്രമിച്ചു. കാരണം എനിക്ക് ഓളിങ്ങനെ പറ്റില്ല. ഇനി അതിൽ തന്നെ എന്ത് തെറ്റില്ലേ, എന്ത് തെറ്റെന്നല്ല, നമ്മൾ എന്ത് ചെയ്താൽ നമ്മളിപ്പം നിൽക്കും. അങ്ങനെയാണ്. കാരണം സ്നേഹത്തിൻ്റെ വില സ്നേഹിച്ചവർക്ക് മനസ്സിലാവുള്ളൂ അല്ലേ? അത് തീർച്ചയായിട്ടും. എന്താ പറയാമോ, എന്തെങ്കിലും അവളെ എൻ്റെ ഒപ്പം നല്ല രീതിയിൽ നിൽക്കുന്ന എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. ഉറപ്പ് കുറിപ്പാണ് സഖോ. ആ ഉറപ്പൊക്കെ കുറച്ച് കാലത്തേക്കേ ഉണ്ടാവുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് ആ കുട്ടി മര്യാദയ്ക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോട്ടെ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആക്സെപ്റ്റ് ചെയ്യാൻ, നാടകമാണെങ്കിലും അല്ലെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സ് അത് വലുത് തന്നെയാണ്. ഭൂരിഭാഗം ആൾക്കാരും ഒരുത്തൻ്റെ കൂടെ പോയി കുറച്ച് ദിവസം താമസിച്ച ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് അങ്ങനെ ക്ഷണിക്കാറില്ല, അല്ലെങ്കിൽ ആരും അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഇവരുടെ കേസിൽ പുള്ളിക്കാരത്തിനോട് ട്രൂ ലബ്ബാണ്. അവരിങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. ഇനി അവൾ എന്ത് ചെയ്താലും ഞാനൊന്നും പറയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. തെറ്റ് കണ്ടാൽ തെറ്റാണ്, പ്രതികരിക്കണം. അത് ആര് ചെയ്താലും, കാമുകി ചെയ്താലും അമ്മ ചെയ്താലും അച്ഛൻ ചെയ്താലും ചെയ്യേണ്ട സമയങ്ങളിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അത് ശരിയാവുന്ന കാര്യമല്ല. അപ്പം എന്ത് കാര്യം ചെയ്താലും കണ്ണടച്ച് അങ്ങോട്ട് നിന്ന് കൊടുക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് ഇയാളുടെ ആരോഗ്യത്തിന് നല്ലത്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്തോ ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ അവൾക്ക് തോന്നി. എന്നെ വേണ്ടത് അറിയാലോ, വേണ്ടത് പറഞ്ഞുണ്ടാക്കാൻ ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല, ഇഷ്ടംപോലെ ആൾക്കാർ. നിങ്ങൾ പറയുന്നൊക്കെ ശരി, വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കിയിട്ട് അവള് പോയി, അത് ശരി. പക്ഷെ അവന്റെ കൂടെ എങ്ങനെ പോയടാ, അത് ചിന്തിക്കും മോനെ. വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കി തെറ്റിദ്ധാരണേന്റെ മേലാണെങ്കിൽ ഇറങ്ങി സ്വന്തം വീട്ടിൽ പോകും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വേറെ എവിടെയെങ്കിലും പോയി നിൽക്കും. ഒരുത്തലൂടെ ഇറങ്ങി പോവാണോ അയ്യാ ചേടാ? അപ്പൊ നാളെ അവളെ കുറിച്ചിട്ട് ആരെങ്കിലും എന്തേ വേണ്ടാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നീ വേറെ ഏതെങ്കിലും പെണ്ണിൻ്റെ കൂടെ വെറുതെ ഇറങ്ങി പോവോ, അല്ലെങ്കിൽ അവളുടെ ഇത് മാറി നിൽക്കുവോ? പറയുന്നതിൽ എന്തെങ്കിലും കാര്യം വേണ്ടേ? അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഒന്നിടത്ത് അങ്ങനെ പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓളത് വിശ്വസിച്ചു. അങ്ങനെ കുറച്ച് ഇതായിരുന്നുള്ളൂ. പക്ഷേ അവനൊക്കെ വിശ്വസിക്കണമെന്ന് എന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, മാത്രമേ ഉള്ളൂ. അല്ല, അപ്പം ഇത്രയും കാലം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിന്ന സമയത്ത് ഇവൻ തെറ്റിദ്ധാരണ പടർത്തിയ കാര്യങ്ങളൊന്നും ആ പെൺകുട്ടിയായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ ഇയാൾ നിന്നില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു സമയം ഇയാൾക്ക് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ചേടാ, എന്തെങ്കിലും മിസ്റ്റേക്സോ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെറ്റിദ്ധാരണ തിരുത്തി ഒന്നിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ രണ്ടു വഴിക്ക് പോകും. അല്ലാണ്ട് തെറ്റിദ്ധാരണ എല്ലാം മനസ്സിലാക്കി ഒരുത്തൻ പറയുന്നതും കേട്ട് നിന്നെ തെറ്റിദ്ധരിച്ചിട്ട് അപ്പൊ തന്നെ വേറെ ഒരുത്തൻ്റെ കൂടെ പോവാന്നൊക്കെ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ദൈവമേ. അപ്പൊ ഇതാണ് നമ്മളെ ചേച്ചിയും ചേട്ടനും പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ. അവരുടെ ഇടയിൽ ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല, അവളെ നോക്കാനുള്ള മനസ്സ് അവനുണ്ട്, അവന്റെ കൂടെ ഇനി ഒന്നും ഒപ്പിക്കാതെ ജീവിക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ജീവിച്ചോട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടങ്ങൾ. പക്ഷെ ഇവർ പറയുന്ന ഈ വക ന്യായീകരണങ്ങളിൽ പ്രത്യേകിച്ച് കഴമ്പില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. ആ പെൺകുട്ടി ഒരുത്തൻ്റെ കൂടെ പോകുന്നു തെറ്റിദ്ധാരണേൻ്റെ മൂലം, പിന്നെ അവൻ പോകുന്നു, ഇവൻ ഇവിടെ വീണ്ടും വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ കുറേ റിയാക്ഷൻ വീഡിയോസ് അവളെക്കുറിച്ച് പറയുന്നു, സാഡ് വീഡിയോസ് വേറെ ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ മറ്റേ എന്താണ് ഇവളെക്കുറിച്ച് ഇവനെക്കുറിച്ച് കുറേ അനാവശ്യങ്ങളോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അടിച്ച് മാന്തി കഞ്ചാവ് അടിച്ചെന്നൊക്കെ പറഞ്ഞ് കുറേ അലിഗേഷൻസ് പറയുന്നു. ഇതെല്ലാം സോഷ്യൽ മീഡിയക്കകത്ത് കുഴഞ്ഞു മറിഞ്ഞതിന് ശേഷം നീ അവളെ സ്വീകരിക്കാൻ തയ്യാറാവുന്നു. ശോ, ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇയാളുടെ പ്രണയം അത്രയും സീരിയസ് ആയതുകൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളായി നിങ്ങളുടെ പാടായി നന്നായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ഓക്കെ.